إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ്റെ കൽപ്പന നിരോധനങ്ങൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തണമെന്ന് ആദ്യമായി ഞാൻ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് നാം എല്ലാവർക്കും അവൻ സൗഖ്യവും ക്ഷേമവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം ഏറ്റവും സ്വർഗീയമാക്കി അവൻ മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ 2 വർഷക്കാലങ്ങൾക്കിടയിൽ ഒരുപക്ഷെ വിശ്വാസി സമൂഹം, മുസ്ലിം ലോകം, മുസ്ലിം ഉമ്മത്ത് അങ്ങേയറ്റം സന്തോഷിക്കുന്ന, അതല്ലെങ്കിൽ ആശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലാണ്, സന്ദർഭത്തിലാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മാസങ്ങളായി ഗസയിലുള്ള, ഫിലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അതികഠിനമായ യാതനകളിലൂടെ, വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, ഒരു വംശഹത്യയിലൂടെ ഓരോ ദിനവും അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അവരുടെ ആ വേദനകൾക്ക്, ആ ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക്, പരീക്ഷണങ്ങൾക്ക് വിരാമം കുറിക്കപ്പെട്ടിരിക്കുന്നു, അതിന് അറുതി വന്നിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്ത നമ്മളൊക്കെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടിരുന്നിട്ടുണ്ടാവുക. സ്വാഭാവികമായും ലോകത്തെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളും ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങളും തമ്മിലുള്ള ആ സംഘട്ടനത്തെ സാധാരണഗതിയിലുള്ള രണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ടോ, രണ്ട് ഭൂപ്രദേശങ്ങൾക്കിടയിലുള്ള സംഘട്ടനമായിട്ടോ യുദ്ധമായിട്ടോ നമുക്ക് കാണാൻ കഴിയുകയില്ല. മറിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് നാം അതിനെ കാണേണ്ടത് രണ്ട് മൂല്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമായിട്ടാണ്, രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള സംഘട്ടനമായിട്ടാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്നവരും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും കടുത്ത ശത്രുതയോടുകൂടി മാത്രം നോക്കിക്കാണുന്നവരും തമ്മിലുള്ള സംഘട്ടനമായിട്ട് മാത്രമേ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു സംശയമുണ്ട്. ഇതിലിങ്ങനെ വിരാമം കുറിക്കപ്പെട്ടിരിക്കുന്നു, രണ്ടുപേരും സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിലാരാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്? ഇതിലാർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരിക്കുന്നത് എന്ന സ്വാഭാവികമായ ഒരു സംശയം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരാം. ആ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ വിജയപരാജയങ്ങളെ നാം കാണേണ്ടത് വെറും ഭൗതികമായ ഒരു കണ്ണ് വെച്ചുകൊണ്ട് മാത്രമായിരിക്കരുത്. ഇതിന്റെ വിജയപരാജയങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ വിജയപരാജയങ്ങളെ നാം അളക്കേണ്ടത് ഓരോ വിഭാഗവും എത്രമാത്രം അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്, ലക്ഷ്യം നേടിയിട്ടുണ്ട് എന്ന് നോക്കിക്കൊണ്ടായിരിക്കണം. സയനിസ്റ്റ് ശക്തികളെ, ആർത്ഥത്തിലുള്ള അധിനിവേശ ശക്തി, അവരെത്രമാത്രം അവരുടെ ഭാഗം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തിലുള്ള ലക്ഷ്യവും അവർ നേടിയതായിട്ട് നമുക്ക് കാണുക സാധ്യമല്ല. ഒന്നാമതായി, ഇത് ആരംഭിക്കുന്നത് തന്നെ അവിടെയുള്ള ബന്ദികളെ മോചിപ്പിക്കുമെന്ന വലിയൊരു വീരവാദവുമായിട്ടാണ്. പക്ഷെ ഈ 2 വർഷക്കാലങ്ങൾക്കിടയിൽ ഒരാളെ പോലും ജീവനോടെയോ അല്ലാതെയോ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. അതിലവർ പരാജയപ്പെട്ടു. രണ്ടാമതായി, അധിനിവേശ ശക്തികൾ എന്ന നിലയ്ക്ക് അവരുടെ വിജയത്തെ നാം അളക്കേണ്ടത് എത്രമാത്രം ഭൂമി അവർ കൈക്കലാക്കി കയ്യേറി എന്ന് നോക്കിക്കൊണ്ടാണ്. പക്ഷെ ഒരു തുണ്ടി ഭൂമി പോലും ഈ 2 വർഷക്കാലങ്ങൾക്കിടയിൽ കൈക്കലാക്കാനോ കയ്യേറാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല, സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനുമെല്ലാം അപ്പുറത്തേക്ക് ലോകത്ത് അവർക്കുണ്ടായിരുന്ന സ്വാധീനവും പ്രതിച്ഛായവും പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. ലോക സമൂഹങ്ങൾക്കിടയിൽ അവർ ഒറ്റപ്പെട്ടുപോയി. വലിയ രൂപത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ആ സമൂഹത്തിൽ തിരികൊളുത്തപ്പെട്ടു. സാമ്പത്തികമായി ആ പ്രദേശം തകർന്നടിഞ്ഞു. നിരവധി ലക്ഷം ആളുകൾ എന്നേക്കുമായി ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു. ഇങ്ങനെ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ രൂപത്തിലുള്ള ഹിക്മത്താണ്, യുക്തിയാണ് നമുക്കിതിൽ ദർശിക്കാൻ കഴിയുക. എങ്ങനെയാണ് ഈ നഷ്ടങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചത്? ഇത്രമാത്രം ശക്തി അവർ പ്രയോഗിച്ചിട്ടും മറുഭാഗത്ത് അതിനോട് തുലനം ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടും ഒരു ലക്ഷ്യം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ അവർക്ക് പിന്നോട്ട് മാറേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് ഈമാനിന്റെ മൂല്യങ്ങളുടെ ശക്തിയെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യേണ്ടത്. മറുഭാഗത്ത് നോക്കുക, അവർ വെച്ച ഉപാധികളെല്ലാം ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു വിഭാഗത്തെ നിഷ്കാസനം ചെയ്യാനാണോ ഈ 2 വർഷത്തോളമായി അവർ കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ടിരുന്നത്, ആ വിഭാഗവുമായിട്ട് അവരുടെ ഉപാധികളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഫലസ്തീനിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ ഒന്നിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആളുകളെല്ലാം വിസ്മരിച്ചു പോയ, മറന്നുപോയ ആ പ്രശ്നം അത് ലോക പ്രശ്നമായിട്ട് മാറി, അത് ലോകരുടെ പ്രശ്നമായിട്ട് മാറി.
മുഴുവൻ സമൂഹത്തിന്റെയും പ്രശ്നമായിട്ട് മാറി. നമ്മളൊന്ന് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ നാലാ ദിക്കുകളിൽ നിന്നും ഒരു കാര്യത്തിന് വേണ്ടി ആളുകൾ ഒരുമിക്കുന്നത് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റിയെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ പതാക ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പാറിക്കളിക്കുന്നത് നമ്മളൊക്കെ കണ്ടു. ഇത്രയൊക്കെ കണ്ടിട്ടും ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ശക്തിയെ സംബന്ധിച്ച്, അതിന്റെ കരുത്തിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എപ്പോഴാണ് ഇനി നമുക്കത് ബോധ്യപ്പെടുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യുദ്ധത്തിലൂടെ ഒരു സമൂഹത്തെയും പൂർണ്ണാർത്ഥത്തിൽ നിഷ്കാസനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി ഈ 2 വർഷത്തെ പോരാട്ടത്തിലൂടെ ലോകർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. മൂല്യങ്ങൾക്ക് മുന്നിൽ, വിശ്വാസത്തിന് മുന്നിൽ എത്ര വലിയ ശക്തികൾ വന്നു കഴിഞ്ഞാലും അവർ മുട്ടുമടക്കേണ്ടി വരും എന്ന് അറിയാൻ നമുക്കിനി പഴയ ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പഴയ യുദ്ധങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൺമുന്നിൽ നമ്മളത് കണ്ടു. അപ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വലിയ രൂപത്തിലുള്ള ഭൗതിക നഷ്ടം തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടെ ജീവഹാനി സംഭവിച്ച ആളുകൾ യഥാർത്ഥത്തിൽ പരാജിതരാണോ? അവരൊക്കെയും ഷഹീദുകളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകളാണ്. അവിടെ മരിച്ചു വീണ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവര് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നത് മാത്രമല്ല, അവരുടെ മാതാപിതാക്കളുടെ സ്വർഗം കൂടി അവർ ഉറപ്പാക്കി കഴിഞ്ഞു. കാരണം പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒരു പിഞ്ചു കുഞ്ഞ്, ചെറിയൊരു കുട്ടി ചെറുപ്രായത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളുടെ കൈപിടിച്ചുകൊണ്ടല്ലാതെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം പരീക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന മാതാപിതാക്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പാർട്ടി നമ്മൾ നോക്കുക, ഇനി മരണപ്പെട്ടിട്ടില്ല, ജീവഹാനി സംഭവിച്ചിട്ടില്ല, വലിയ രൂപത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാലിൽ ഒരു മുള്ളു തറച്ചാൽ, പൊടിപടലം ശരീരത്തിൽ പറ്റിയാൽ പോലും അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് അവര് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ذَلِكَ هُوَ الْفَوْزُ الْمُبِينُ ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ وَأُولَئِكَ هُمُ الْمُفْلِحُونَ എന്നൊക്കെ ഖുർആൻ ഒരുപാട് ആവർത്തിച്ച ആ യഥാർത്ഥ വിജയം, ഇഹപര വിജയം അവർ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തു ആൽ ഇമ്രാനിലെ 140 മുതൽ 142 വരെയുള്ള 3 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളുടെ ധർമ്മത്തെ സംബന്ധിച്ച്, പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് വലിയഅലമ അല്ലാഹുല്ലദീന ആമനു. ഈ ലോകത്ത് അള്ളാഹു പരീക്ഷണങ്ങൾ വെക്കുന്നത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയാനാണ്. അത് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് ലിയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കാനാണ്. ആ അള്ളാഹുവിന്റെ ആ ലക്ഷ്യവും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു, സാക്ഷാത്കരിക്കപ്പെട്ടു. മൂന്നാമതായി വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ ഫാസിഖീങ്ങളിൽ നിന്നും മുനാഫിഖീങ്ങളിൽ നിന്നും കപടന്മാരിൽ നിന്നും അധാർമികതയുടെ വക്താക്കളിൽ നിന്നും വേർതിരിക്കാനാണ്, അവരെ ശുദ്ധീകരിക്കാനാണ്. അതും ഈ യുദ്ധത്തിലൂടെ സാധ്യമായി, ഈ വംശഹത്തിലൂടെ ലോകത്ത് സാധ്യമായി. ആരാണ് നന്മയുടെ പക്ഷത്തുള്ളവർ, ആരാണ് മുനാഫിഖീങ്ങൾ, ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നൊക്കെ ആളുകൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നാലാമതായി ലിയംഹഖൽ കാഫിരീൻ, ഇസ്ലാമിന്റെ ശത്രുക്കളെ, കാഫിരീങ്ങളെ, അവിശ്വാസികളെ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനാണ് അള്ളാഹു ഇത്തരം പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന് പറഞ്ഞു. അതും ഇവിടെ സാധ്യമായിട്ട് നമ്മൾ കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കള് ഈ ചെറു സംഘത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നത് ലോകം മുഴുവൻ വീക്ഷിക്കുകയുണ്ടായി. അവസാനമായിട്ട് അള്ളാഹു പറഞ്ഞു, അവരിലുള്ള യഥാർത്ഥ സ്വാബിരീങ്ങൾ ആരാണ്, യഥാർത്ഥ മുജാഹിദീങ്ങൾ ആരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടാനാണ്. അതും കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം തന്നെയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിലൂടെ പടച്ചവൻ ലക്ഷ്യമാക്കി പറഞ്ഞ ആ ധർമ്മങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെയും ഇവിടെ പറയുന്നത് ഫിലിസ്തീനിലുള്ള സഹോദരങ്ങളുടെ വിജയത്തെ സംബന്ധിച്ച് വാചാലമാകാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് ആ സമൂഹത്തിൽ നമുക്ക് എന്ത് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ആ സമൂഹത്തിന്റെ സ്ഥൈര്യവും ധൈര്യവും സബറും ക്ഷമയും സഹനതയും ആ തവക്കുലും
അതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധ്യമായത് എന്ന് കൃത്യമായിട്ട് പഠിക്കാനാണ് നാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടത്. വെറുതെ വാചാലരാകാനല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, 3 ഗുണങ്ങളാണ് അവരെ ഈ അർത്ഥത്തിൽ പ്രതിസന്ധികളിൽ പിടിച്ചു നിർത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത്തെ ഗുണം തവക്കുലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള അചഞ്ചലമായ തവക്കുലാണ്. രണ്ടാമത്തേത് സബറാണ്, സ്ഥൈര്യമാണ്, സഹനതയാണ്, ക്ഷമയാണ്. മൂന്നാമത്തേത് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഈ 3 കാര്യങ്ങളാണ് ആ ഒരു സമൂഹത്തെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത്, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികൾക്ക് ഉറച്ചു നിൽക്കാൻ വിശ്വാസികളെ സഹായിക്കുന്ന 2 കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടിയുള്ള സബറാണ്, സൂക്ഷ്മതയോടുകൂടിയുള്ള സഹനത, സ്ഥൈര്യം. രണ്ടാമത്തേത് പ്രതീക്ഷയോടുകൂടിയുള്ള തവക്കുലാണ്. ഇത് വളരെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു നൽകുന്നത് സൂറത്ത് യൂസുഫിലൂടെയാണ്. സൂറത്ത് യൂസുഫിലൂടെ വളരെ കൃത്യമായിട്ട് തവക്കുലിനെ സംബന്ധിച്ച്, പ്രതീക്ഷയെ സംബന്ധിച്ച്, സബറിനെ കുറിച്ച് അള്ളാഹു പല വിധത്തിലുള്ള പാഠങ്ങൾ, ഗുണപാഠങ്ങൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെയും ചരിത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം ഒരാൾ അള്ളാഹുവിൽ തവക്കുലുള്ളവരായിട്ട് മാറുമോ അത്രമാത്രം അവൻ പ്രതീക്ഷയുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പരലോകത്തെ കുറിച്ച് മാത്രമല്ല അവർ പ്രതീക്ഷയുള്ളവരായിട്ട് മാറുക, മറിച്ച് ഇഹലോകത്തെ സംബന്ധിച്ചും അവരങ്ങേറ്റം പ്രതീക്ഷയുള്ളവരും അങ്ങേറ്റം ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് മാറും. എത്രമാത്രം അള്ളാഹുവിൽ തവക്കുലുണ്ടാകുന്നുവോ അത് അതിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ മകൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു വെച്ചിരുന്നത്. ആ മകനെ നഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹു എനിക്ക് അതിന് പകരം പരലോകത്തിൽ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് അടങ്ങിയിരിക്കുകയല്ല ഒരിക്കലും യാക്കൂബ് നബി അലൈഹിസ്സലാം ചെയ്തത്, മറിച്ച് ഏറ്റവും വലിയ തവക്കുലിന്റെ ഉടമയായ, സബറിന്റെ ഉടമയായ പ്രവാചകനായിരുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം ആ മകനെ ഈ ലോകത്ത് തന്നെ എനിക്ക് തിരികെ ലഭിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിലങ്ങേയറ്റം പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവെ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കരുതേ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിൽ നൽകരുതേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഭയപ്പെടുന്ന വല്ലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മൾ അങ്ങേറ്റം നിരാശ ബാധിച്ചവരായിട്ട് മാറും, പ്രതീക്ഷയറ്റവരായിട്ട് മാറും. ഞാൻ അങ്ങേറ്റം പേടിച്ചൊരു കാര്യം അത് തന്നെ ഇതാ സംഭവിച്ചിരിക്കുന്നു, ഇനി എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, അങ്ങനെ പ്രതീക്ഷയറ്റവരായിട്ട് മാറും. യാക്കൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും ഭയന്നിരുന്ന ഒരു കാര്യം തന്റെ മകനെ നഷ്ടപ്പെടരുത് എന്നതാണ്. യൂസുഫ് നബിയെ എനിക്ക് നഷ്ടപ്പെടരുത് എന്നതായിരുന്നു അദ്ദേഹം ഏറ്റവും ഭയപ്പെട്ടിരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ തന്റെ മകൻ വന്ന് ആ സ്വപ്നം കണ്ട വിവരം അദ്ദേഹത്തോട് പങ്കുവെച്ചപ്പോഴേ അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, ആ പ്രവാചകനായിരുന്ന ഏറ്റവും വലിയ മുത്തവക്കിലായിരുന്ന ആ പ്രവാചകനായിരുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം വരാനിരിക്കുന്ന വലിയൊരു പ്രയാസം, വലിയൊരു പരീക്ഷണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതലെടുക്കുകയാണ്. ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, മോനെ ഈ സ്വപ്നം നീ നിന്റെ സഹോദരങ്ങളോട് പറയരുത്, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭവിഷ്യത്തുണ്ടാവാൻ സാധ്യതയുണ്ട്, അതെനിക്ക് സഹിക്കാൻ കഴിയൂല എന്നതാണ് അതിന്റെ ആശയം. പക്ഷേ അദ്ദേഹം ഭയപ്പെട്ട് തന്നെ സംഭവിച്ചു. അസ്വാഭാവികമായ ഒരു സമയത്ത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മറ്റു മക്കൾ വന്നിട്ട് പറയാണ്, യൂസുഫിനെ കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ അയക്കൂ, ഞങ്ങൾ അവനെ ഒന്ന് കളിപ്പിക്കട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ അവൻ സഞ്ചരിക്കട്ടെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭയം കൃത്യമായിട്ട് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാണ്. ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി വഅഖാഫു അൻ യഅകുലഹു സിബ്, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ അവൻ വരുന്നത് എന്നെ പ്രയാസപ്പെടുത്തും, എന്നെ ഭയപ്പെടുത്തും. അഖാഫു അൻ യഅകുലഹു സിബ് വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അശ്രദ്ധയിലായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും വല്ല ചെന്നായയും അവനെ പിടിച്ച് ഭക്ഷിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വളരെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മക്കളോട് പങ്കുവെക്കാണ്. പക്ഷേ അവര് അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി യൂസുഫിനെയും കൂട്ടി യാത്ര ചെയ്യാണ്.
പിന്നീട് അദ്ദേഹത്തിന്റെ കാതിലേക്ക് വരുന്ന വാർത്ത, ഏതൊരു കാര്യമാണോ അദ്ദേഹം അങ്ങേറ്റം ഭയപ്പെട്ടിരുന്നത് അതേ കാര്യം അദ്ദേഹത്തിന്റെ കാതിലേക്ക് വരാണ്. ഖാലൂ യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ ഫഅകലഹു الذئബ്. താങ്കൾ ഭയപ്പെട്ടതുപോലെ ഇതാ ഒരു ചെന്നായ അവനെ ഭക്ഷിച്ചിരിക്കുന്നു. ഫഅകലഹു الذئബ് വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്. വ്യാജ രക്തവുമായിട്ട് അതിനുള്ള തെളിവുകളൊക്കെ അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വർത്തമാനം, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ. ഏറ്റവും സുന്ദരമായി ക്ഷമിക്കുകയേ എനിക്കിവിടെ വഴിയുള്ളൂ, മറ്റൊരു മാർഗവും എനിക്കില്ല. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫ്. വല്ലാഹുൽ മുസ്തആൻ, എനിക്ക് സഹായം തേടാൻ, എനിക്ക് തിരിയാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായി ഞാനിവിടെ ക്ഷമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗസയിലുള്ള സഹോദരങ്ങളുമായിട്ട് ഈ ചരിത്രത്തെ ഒന്ന് തട്ടിച്ചു നോക്കുക. അവരങ്ങേയറ്റം ഭയപ്പെടുന്ന പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അവരെ തേടി വരുന്നു, അവരത് അനുഭവിക്കുന്നു, അവരത് നേരിടുന്നു. അതിനോടുള്ള അവരുടെ പ്രതികരണം ഒരിക്കലും അവർ തവക്കുലില്ലാത്തവരായി മാറലല്ല. അതിനോടുള്ള അവരുടെ പ്രതികരണം യാക്കൂബ് നബി അലൈഹിസ്സലാമിയുടെ പ്രതികരണം പോലെയാണ്. അവർ അള്ളാഹുവിലേക്ക് തിരിയാണ്. ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഓരോ മക്കളെ നഷ്ടപ്പെടുമ്പോഴും ഓരോ മാതാപിതാക്കളും ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഞങ്ങൾക്ക് ബരമേൽപ്പിക്കാൻ അള്ളാഹു മതി, ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ അള്ളാഹു മതി എന്നവർ ആവർത്തിച്ചുച്ചരിക്കുകയാണ്. യാക്കൂബ് നബിയുടെ ആ മാതൃകയാണ് അവരവിടെ പിൻപറ്റിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ അവർ ക്ഷാമം അനുഭവിച്ചു. അന്ന് പണ്ട് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട ആ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു മിസ്റിന്റെ വലിയ ഭരണാധികാരിയായി മാറി. ഇവിടെയുള്ള ഈ സഹോദരങ്ങളെല്ലാം അദ്ദേഹത്തിന് മുന്നിലേക്കെത്തി. ആ സാഹചര്യത്തിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയാണ്, നിങ്ങൾക്കൊരു സഹോദരൻ കൂടിയുണ്ടല്ലോ, നിങ്ങളുടെ പിതാവത്തൊരു സഹോദരനുണ്ടല്ലോ, ആ സഹോദരനെ കൂടി കൂട്ടി അടുത്ത പ്രാവശ്യം വന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് റേഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അവരോട് പറയാണ്. മറുഭാഗത്ത് യാക്കൂബ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും ഭയപ്പെട്ടിരുന്ന കാര്യം, യൂസുഫോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി ബിനിയമിനെങ്കിലും നഷ്ടപ്പെടാതെ എനിക്കിവിടെ ഉണ്ടാകണം എന്നാണ് യാക്കൂബ് നബി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ പോലും ആ മകനെ അദ്ദേഹം പറഞ്ഞയക്കാതിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഭയപ്പെട്ടത് തന്നെ വീണ്ടും ആ ഭയം കൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കുകയാണ്. അദ്ദേഹം ഭയന്ന കാര്യം തന്നെ സംഭവിച്ചു. ആ മകനെ കൂടി അദ്ദേഹത്തിന് നഷ്ടമാണ്. ആ മകനെ കൂടി ഏതോ ഒരു രാജ്യത്ത് ആ മകൻ തടവുപുള്ളിയായി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ യാക്കൂബ് നബിയുടെ കാതുകളിലേക്ക് വരുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു മറുപടി അന്ന് പറഞ്ഞ അതേ മറുപടിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയെ ചെന്നായ ഭക്ഷിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഏതൊരു മറുപടിയാണോ പറഞ്ഞത്, അതേ മറുപടി അദ്ദേഹം പറയാണ്, ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ. ഏറ്റവും സുന്ദരമായി ക്ഷമിക്കുകയേ എനിക്ക് വഴിയുള്ളൂ. പക്ഷേ സുന്ദരമായി ക്ഷമിക്കുകയേ എനിക്ക് വഴിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ശേഷം പറഞ്ഞു, അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. അല്ലാഹു ഒരുപക്ഷേ ആ രണ്ടാളുകളെയും എനിക്ക് തിരികെ നൽകും. അദ്ദേഹത്തിന് ആ പ്രതീക്ഷയുടെ തീക്ഷ്ണതയെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയാണ്, എന്റെ രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടു, പക്ഷേ പണ്ട് നഷ്ടപ്പെട്ട ആ മകനും ഈ മകനെയും രണ്ടുപേരെയും എന്റെ റബ്ബ് എനിക്ക് തിരികെ നൽകും. നസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. ശേഷം അദ്ദേഹം പറയാണ്, അല്ലാഹു അലീമാണ്, ഹക്കീമാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പടച്ചവന്റെ രണ്ട് ഗുണങ്ങളാണത്. അള്ളാഹു അലീമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. എന്റെ വേദനകളും പ്രതിസന്ധികളും എന്റെ പ്രാർത്ഥനകളും എല്ലാം വളരെ കൃത്യമായിട്ട് അവൻ അറിയുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഹക്കീം, അവൻ യുക്തിയുള്ളവൻ, ഹക്കീമാണ്. ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണ് എനിക്ക് നൽകേണ്ടത്, അതെനിക്ക് നൽകേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിവുള്ള, അതിനെ കുറിച്ചുള്ള ഹിക്മത്തുള്ള, അതിനെക്കുറിച്ച് യുക്തിയുള്ളവൻ അവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചു എന്നതുകൊണ്ടോ, ഞാനിങ്ങനെ വ്യസനിച്ചു എന്നതുകൊണ്ടോ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടോ അപ്പത്തന്നെ എനിക്ക് ലഭിക്കണമെന്നില്ല. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. അതെപ്പോ എനിക്ക് അവരെ തിരികെ നൽകണം എന്നതിനെ കുറിച്ച് കൃത്യമായ ജ്ഞാനം അത് എന്റെ റബ്ബിനുണ്ട് എന്ന പോലെ പ്രതീക്ഷയുടെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷയുടെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്
വിഷമമില്ല, അദ്ദേഹത്തിന് വ്യസനമില്ല എന്ന് നമ്മൾ കരുതരുത്. കാരണം തൊട്ടടുത്ത ആയത്തിൽ കാണാം വതവല്ല അൻഹും, പിന്നീട് തന്റെ മക്കളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ്. വതവല്ല അൻഹും വഖാല യാ അസഫ അലാ യൂസുഫ്, എന്നിട്ട് അദ്ദേഹം സങ്കടപ്പെടാണ്. പണ്ട് നഷ്ടപ്പെട്ട യൂസുഫിനെ ഓർമ്മകൾ വീണ്ടും അദ്ദേഹത്തിലേക്ക് തികട്ടി വരാണ്. യാ അസഫ അലാ യൂസുഫ്, എന്നാലും എന്റെ യൂസുഫിന്റെ കാര്യം എന്തൊരു സങ്കടകരമാണ്. യാ അസഫ അലാ യൂസുഫ് വബിയല്ലത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ ഖദീം. അല്ലാഹു പറയാണ്, ആ വേദനകളെല്ലാം അദ്ദേഹത്തിന്റെ അകത്ത് അടക്കി വെച്ചിരിക്കുകയാണ്. ഫഹുവ ഖദീം, അതെല്ലാം ആ വേദനകളെല്ലാം പേറിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഫഹുവ ഖദീം എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കാണ്, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ വേദനകളും എന്റെ വ്യസനങ്ങളും എന്റെ പരാതികളും എന്റെ റബ്ബിനോട് മാത്രമേ പറയുന്നുള്ളൂ. ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. പിന്നീട് കുറച്ചുകൂടി കാലം ആ പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞ തൊട്ടുടനെ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ സൂറ യൂസുഫിൽ കാണാം. അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ്, ഇസ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി, നിങ്ങൾ ചെല്ലുക, യാത്ര ചെയ്യുക, എന്നിട്ട് ആ യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ ഭൂമിയിൽ അന്വേഷിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ വീണ്ടും ഉണരാണ്. വീണ്ടും ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏത് യൂസുഫിനെ അന്വേഷിക്കാനാണ് പറയുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആ യൂസുഫിനെ അന്വേഷിച്ചിറങ്ങാൻ തന്റെ മക്കളോട് അദ്ദേഹം ആജ്ഞാപിക്കാണ്. ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി, അദ്ദേഹം പറഞ്ഞു, വലാ തൈഅസു മിർ റൗഹില്ലാ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് കേട്ടോ. വലാ തൈഅസു മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശ ബാധിച്ച ആളുകളായിട്ട് മാറരുത്. വലാ ഇന്നഹു ലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാരണം നിഷേധികൾ മാത്രമാണ് ആ അർത്ഥത്തിൽ പടച്ചവനിൽ നിന്നുള്ള പ്രതീക്ഷയറ്റവരായിട്ട് മാറുക. അള്ളാഹുൽ പ്രതീക്ഷയില്ലാത്തവരായി നിരാശ ബാധിച്ച ആളുകളായിട്ട് മാറുക അത് ഈമാനില്ലാത്ത ആളുകളാണ്, അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ആളുകളാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവമാണത് എന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഗസയുടെ സഹോദരങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. എത്രമാത്രം പ്രതിസന്ധികൾ അനുഭവിച്ചു, എത്രമാത്രം വേദനകൾ അവർ അഭിമുഖീകരിച്ചു, അതൊക്കെയും അവർ തരണം ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെയും അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവർക്ക് നഷ്ടമാകുന്നില്ല, അള്ളാഹുവിലുള്ള തവക്കുൽ അവർക്ക് നഷ്ടമാകുന്നില്ല. പരലോകത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇഹലോകത്തെക്കുറിച്ചും അവർ പ്രതീക്ഷയുള്ളവരായിട്ട് മാറാണ്. കാരണം യാക്കൂബ് നബി നൽകുന്ന പാഠം എന്താണ്? നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിൽ തവക്കുലുള്ളവരാകുന്നുവോ അത്രമാത്രം നിങ്ങൾ പ്രതീക്ഷയറ്റവരായിട്ട് മാറാതിരിക്കും. നിങ്ങൾ ചടഞ്ഞിരിക്കാതെ, നിങ്ങൾ നിഷ്ക്രിയരായി മാറാതെ, നിങ്ങൾ കർമ്മം ചെയ്യുന്ന ആളുകളായിട്ട് മാറും. നിങ്ങൾ എന്നും ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറും. നിങ്ങളുടെ ആ സ്വപ്നത്തെ, നിങ്ങൾ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആ കാര്യത്തെ നേടാനുള്ള പരിശ്രമങ്ങളിലായി നിങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കണം യഥാർത്ഥ മുത്തവക്കിലീങ്ങൾ എന്ന വലിയ പാഠമാണ് ഇത്രമാത്രം വർഷങ്ങൾക്ക് ശേഷവും പണ്ട് നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ അന്വേഷിക്കാൻ കൽപ്പിക്കുന്നതിലൂടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്നത്. അങ്ങനെ പ്രതീക്ഷയുള്ളവരായിട്ട് മാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സ്വബർ എന്താണ് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ തഖ്വയോടുകൂടിയുള്ള സ്വബർ എന്താണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. സൂറ യൂസുഫിന്റെ 90-ാമത്തെ ആയത്തിൽ ഈ ചരിത്രത്തിന്റെ ഒരു ക്ലൈമാക്സ് പോലുള്ള ഒരു ആയത്ത് കാണാൻ കഴിയും. ഇതെല്ലാം ബോധ്യപ്പെടുന്ന ഒരു സമയം, ആ സഹോദരങ്ങൾക്ക് തന്റെ മുന്നിലുള്ളത് യഥാർത്ഥ യൂസുഫാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയം. ഇന്നക ലഅൻത യൂസുഫ്, നീയാണോ യൂസുഫ് എന്ന് അവർ ചോദിച്ചു പോകുന്ന സമയം. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഇത്രമാത്രം പ്രതിസന്ധികളും ത്യാഗങ്ങളും അനുഭവിച്ചതിന് ശേഷം ഈ ഒരു ഉന്നതിയിലേക്ക് എത്താൻ എന്നെ സഹായിച്ച കാര്യം എന്താണ് എന്ന് അവർക്ക് അദ്ദേഹം ഒരു ഉപദേശമായി കൊടുക്കുകയാണ്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ആര് അള്ളാഹുവിൽ തഖ്വ ചെയ്യുന്നുവോ പരീക്ഷണ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, എത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ്, പ്രതിസന്ധികളിലൂടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കടന്നുപോയത് എന്ന് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയാണ്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ആര് ക്ഷമിക്കാൻ തയ്യാറാകുന്നുവോ, ആര് സഹനതയുള്ളവരാകാൻ തയ്യാറാകുന്നുവോ, ആര് ക്ഷമയവലംബിക്കാൻ തയ്യാറാകുന്നുവോ, അതോടൊപ്പം തന്നെ തഖ്വയുള്ളവരായിട്ട് മാറാൻ തയ്യാറാകുന്നുവോ, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം മുഹ്സിനീങ്ങളുടെ കർമ്മങ്ങൾ, അവരുടെ പ്രയത്നത്തെ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. പാഴാക്കുകയില്ല എന്ന് പറഞ്ഞാൽ
ഇഹലോകത്ത് തന്നെ അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇരിക്കുന്ന ഞാൻ എന്നതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് മുന്നിൽ കൊടുക്കുന്ന ആ മറുപടി എന്നുള്ളത്. നേരത്തെ നാം സൂചിപ്പിച്ചു, യഥാർത്ഥ വിശ്വാസമില്ലാത്ത ഈമാൻ ഇല്ലാത്ത ആളുകളാണ് പ്രതീക്ഷയറ്റവരായിട്ട് മാറുക. എന്തുകൊണ്ടെന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമുണ്ട്, ഞാൻ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേദന, പ്രതിസന്ധി, പരീക്ഷണം ഇതേതൊരു റബ്ബാണോ എനിക്ക് നൽകിയത്, ആ റബ്ബിന് മാത്രമേ ഇതിൽ നിന്ന് എന്നെ കരകയറ്റാനും സാധിക്കുകയുള്ളൂ, എന്റെ വിഷമങ്ങൾ മാറ്റാൻ കഴിയുകയുള്ളൂ, എന്റെ പരാതികൾ പരിഹരിക്കാൻ ആ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ എന്ന അചഞ്ചലമായ കൃത്യമായ രൂഢമൂലമായ ഒരു വിശ്വാസം ആ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ആളുകൾ ഒരിക്കലും പ്രതീക്ഷയറ്റവരായിട്ട് മാറുകയില്ല എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രതിസന്ധികളെ പറ്റി ഉപയോഗിച്ച വാക്ക് മുസീബത്ത് എന്നുള്ളതാണ്. അസാബ എന്ന പദത്തിൽ നിന്നാണ് ഈ മുസീബത്ത് ഉണ്ടായിട്ടുള്ളത്. അസാബ എന്ന അറബിയിൽ പറഞ്ഞാൽ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുക, കുറിക്ക് കൊള്ളുക എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പരീക്ഷണം, വേദന എന്നുള്ളത് അത് അവിചാരിതമായി നിങ്ങളെ തേടി എത്തിയതാണ് നിങ്ങൾ കരുതരുത്. അത് അലക്ഷ്യമായി എങ്ങനെയോ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മുസീബ, അത് വളരെ കൃത്യമായി നിങ്ങളെ ലക്ഷ്യമാക്കി അള്ളാഹു പറഞ്ഞയച്ചത് തന്നെയാണ്. നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണം തന്നെയാണത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. അതാണ് അസാബ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാതെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിങ്ങളെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ, പരീക്ഷണങ്ങൾ അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരവിടെ മുൻഗണന കൽപ്പിക്കേണ്ട ഒരു കാര്യം. അതിൽ വിജയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആ പരീക്ഷണം, പ്രതിസന്ധി അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണോ ചെയ്യുന്നത്, അതല്ല അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണം അത് അള്ളാഹുവിന്റെ ശിക്ഷയാണോ അതല്ല പരീക്ഷണമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയാണുള്ളത്. ആ കാര്യത്തിലൂടെ, ആ പരീക്ഷണത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകലുകയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. അതല്ല, അതിലൂടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നല്ലൊരു അവസരമാണ്, ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് വലിയൊരു പണ്ഡിതൻ ഒരു സാധാരണക്കാരന് മറുപടി കൊടുത്തതായിട്ട് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്നുള്ളത് ഇസ്തിഖാമത്താണ്, ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആടിയുലയാതെ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഉറച്ചു നിൽക്കുക എന്ന പാഠം ഗസയിലുള്ള സഹോദരങ്ങൾ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് ആ സഹോദരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമാ തിൽക ബിയമീനിക യാ മൂസ, ഓ മൂസ നിന്റെ ആ വലത് കൈയിൽ എന്താണ്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയായിരുന്നു. മൂസ അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു, ഖാല ഹിയ അസായി, അത് എന്റെ ഒരു വടിയാണ്, ജീവനില്ലാത്തൊരു വടിയാണത്. അതവക്കഉ അലൈഹ വഅഹുശു ബിഹാ അലാ ഗനമി, ചിലപ്പോ ഞാൻ അതിലേക്ക് ചാരിയിരുന്ന് അത് വിശ്രമിക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഞാൻ എന്റെ ആടുകളെ മേയ്ക്കാൻ അത് ഉപയോഗിക്കാറുണ്ട്. വലിയ ഫിഹാ മആരിബു ഉഖറ, വേറെയും ഒരുപാട് പ്രയോജനങ്ങൾ ആ വടി കൊണ്ട് എനിക്കുണ്ട്. ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കാണ്, അൽഖിഹ യാ മൂസ, ഓ മൂസ നീ അത് താഴെ ഇടുക. അപ്പൊ അദ്ദേഹം അത് താഴെ ഇട്ടു. അപ്പോഴതാ ഒരു വലിയ വിഷപ്പാമ്പായിട്ട് അത് മാറുകയാണ്. വിശുദ്ധ ഖുർആനിൽ പാമ്പിന് 3 പദങ്ങളുണ്ട്, ഹയ്യ, സൊബാൻ, ജാൻ എന്നൊക്കെ. ഓരോന്നിനും ഓരോ സവിശേഷതയാണ്. ഹയ്യ എന്ന് പറഞ്ഞാൽ വലിയ വിഷപ്പാമ്പാണ്. അത് കണ്ട ഉടനെ മൂസ അലൈഹി ഇസ്ലാം ഭയപ്പെട്ട് ഓടാണ്. അദ്ദേഹം ഭയപ്പെട്ട് ഓടാണ്. ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തോട് പറയാണ്, യാ മൂസ അഖ്ബിൽ വലാ തഖഫ്, നീ ഭയപ്പെടരുത്, നീ അത് പിടിക്കുക. ഖുസ്ഹാ വലാ തഖഫ്, അതിനെ പിടിക്കുക, നീ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ജീവനില്ലാത്ത ആ ഒരു വടി, ഒരുപാട് ഉപകാരങ്ങൾ മാത്രം മൂസ അലൈഹി ഇസ്ലാമക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്ന ആ വടി പൊടുന്നനെ അദ്ദേഹത്തിന് ഉപദ്രവം സമ്മാനിക്കുന്ന ഒരു കാര്യമായിട്ട് മാറാണ്. പൊടുന്നനെ ജീവനുള്ള ഒരു വസ്തുവായിട്ട് മാറാണ്. എന്നിട്ട് ആ വസ്തുവിനെ പിടിക്കാൻ അള്ളാഹു പറയാണ്. എത്ര അപകടകരമായ ഒരു കാര്യമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. എങ്ങനെയാണ് ഞാനത് പിടിക്കുക? മൂസ അലൈഹി ഇസ്ലാം പക്ഷേ അദ്ദേഹത്തിന്റെ ലോജിക്ക് അവിടെ ഉപയോഗിക്കാതെ പടച്ചവന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ പ്രാമുഖ്യം കൽപ്പിച്ചു. അദ്ദേഹം അത് പിടിച്ചു. അദ്ദേഹം അപ്പോഴേക്ക് അത് ആ വടിയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ഫിറഔനിന്റെ അടുക്കിലേക്ക് അയക്കുന്നതിന് മുന്നേ ഈ ഒരു പാഠം മൂസ അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ടുടനെ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത്, നീ ഫിറഔനിലേക്ക് പോവുക, ഇന്നഹു തഗ, അയാൾ വലിയ അതിക്രമിയായിട്ടുണ്ട്. എങ്ങനെയാണ് റബ്ബേ ആ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് എന്തൊരു അപകടകരമായ കാര്യമാണ്.
ഫിറഔനിന്റെ മുന്നിലേക്ക് ഞാൻ ഒറ്റക്ക് പോവേ, ഇത്ര ക്രൂരനായ ഫിറഔൻ എങ്ങനെ ഞാൻ പോകും എന്ന് മൂസ അലൈഹിസ്സലാം ചോദിക്കാതിരിക്കാനാണ് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. താങ്കൾ ഭയപ്പെടുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് മാറും. നിങ്ങൾ ഉപകാരമുള്ളതാണ് എന്ന് കരുതിയ കാര്യം ചിലപ്പോ പടച്ചവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപദ്രവമുള്ളതായിട്ട് മാറും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇത്താഅത്തിനാണ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ധർമ്മത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, നീതിയുടെ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, വലിയ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും എന്ന് കരുതിക്കൊണ്ടാണല്ലോ നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് പല ആളുകളും ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയന്നുകൊണ്ടാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ട് എന്തെയാണ് പലരും നമ്മുടെ സഹോദരങ്ങളെ, ഫിലിസ്തീനിലുള്ള ഗസയിലുള്ള സഹോദരങ്ങളെ ഒറ്റുകൊടുത്തു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അള്ളാഹു പറയാണ്, അള്ളാഹുവിനനുസരിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അത് നിങ്ങൾക്കത് പരാജയമാണെന്ന് തോന്നിയാലും അതാണ് ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥ വിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തോടുകൂടി ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിസന്ധിയിലും ആടിയുലയാതെ ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ, ഇസ്തിഖാമത്തുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്തും സബറും തവക്കുലും അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ.